ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് വീണ്ടും ചെയ്യാൻ പോകുന്നത് സ്കാൽപ്പിംഗ് എൻട്രി ടെക്നിക്ക് എന്ന് പറയുന്ന വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ലെക്ചറുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാം ഒരു വീഡിയോയിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കാൽപ്പിങ്ങിൻ്റെ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഓരോ ദിവസവും മാർക്കറ്റിൽ കാണിക്കുന്നത് ഓരോ രീതിയിലാണ് മാർക്കറ്റിൻ്റെ ബിഹേവിയർ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ നമ്മളവിടെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പർട്ടിക്കുലർ എൻട്രി ടെക്നിക്ക് അവിടെ വന്ന് പ്ലേ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ നോക്കുന്നത്. സോ നമുക്കിവിടെ സ്കാൽപ്പിങ്ങിൻ്റെ എൻട്രി ടെക്നിക്ക് 1 2 3 4 5 6 7 ആയി. ഇപ്പോൾ 8ാമത്തെ വീഡിയോ ആണ്. ഇതെല്ലാം കൂടെ നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ബ്യൂട്ടിഫുൾ എൻട്രി സെറ്റപ്പാണ്. അതിനെ നിങ്ങൾ എത്രമാത്രം ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ഓരോരുത്തരും വിജയം എന്ന് പറയുന്നത്. മാർക്കറ്റിൽ എപ്പോഴും നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഈ ഓപ്പർച്യൂണിറ്റീസ് റൈറ്റ് വേയിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് പല കാര്യങ്ങളും പറയുന്നുണ്ട്. സ്കാൽപ്പിംഗ് നടത്തുന്നതിനൊപ്പം തന്നെ മാർക്കറ്റിൻ്റെ ഒരു ബ്രോഡർ വേർഷൻ ഓഫ് എന്താ പറയുക ഒരു പ്രഡിക്ഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ചെറിയ കാര്യങ്ങളിൽ നിന്ന് വലിയ കാര്യങ്ങളിലേക്ക് പതുക്കെ സ്റ്റെപ്പ് ചെയ്ത് കയറുന്ന ഒരു ലെക്ചർ സീരീസാണിത്. അപ്പോൾ സ്കാൽപ്പിംഗ് നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതെങ്ങനെയാണ് മാർക്കറ്റിൽ കറക്റ്റായിട്ട് കാണുന്നത് എന്ന് കാണിച്ചു തരുന്നതിനോടൊപ്പം തന്നെ മാർക്കറ്റിൻ്റെ സ്ട്രക്ചറും കൂടെ എങ്ങനെയാണ് അവിടെ മാർക്കറ്റ് സപ്പോർട്ട് എടുക്കുമോ റെസിസ്റ്റൻസ് വരുമോ എന്നൊക്കെയുള്ള നമ്മൾ പറയുന്നുണ്ട്. സോ രാവിലെ ഈ ഒരു സെറ്റപ്പിൽ ഞാനിവിടെ ഒരു ലൈൻ ഡ്രോ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാനിവിടെ പറയുന്നുണ്ട് നമ്മളുടെ അപ്രോക്സിമേറ്റ് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആയിരിക്കും എന്ന് ഞാൻ പറയുന്നുണ്ട്. സപ്പോർട്ടായിട്ട് വരുന്ന ഏരിയ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് സപ്ലൈ ട്രിഗർ ചെയ്തിരിക്കുന്നത്, അല്ലേ? അപ്പം വീണ്ടും ആ ഏരിയയിൽ വന്നിട്ട് മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ട് വീണ്ടും അതർ സൈഡിലേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണെന്നും പറയുന്നുണ്ട്. അപ്പം ഇവിടെ വെച്ച് നമ്മൾ ഇത്രയും ബുള്ളിഷായിട്ട് ഓപ്പൺ ചെയ്യുന്ന മാർക്കറ്റിൽ നമുക്കറിയാം നമ്മളൊരു പ്രീമിയം റേഞ്ചിലാണ് നിൽക്കുന്നത്. നമുക്കറിയത്തില്ല മാർക്കറ്റിൻ്റെ അൾട്ടിമേറ്റ് ഡയറക്ഷൻ ഇത്രയും ഹൈസ്റ്റ് പോയിന്റിലേക്ക് പോയിട്ട് പിന്നെ താഴെ വരുന്നൊന്നും നമുക്കറിയത്തില്ല. എങ്കിൽ പോലും നമ്മൾ നോക്കുന്നത് ആ ഒരു മൂവ്മെൻറ്റിൽ സ്കാൽപ്പിങ്ങിലേക്ക് നോക്കുമ്പോൾ ചെറിയൊരു എൻട്രി, പെട്ടെന്നൊരു എക്സിറ്റ്, ഒരു 35 പോയിന്റ്. ഇതാണ് നമ്മൾ നോക്കുന്നത് ഇതെന്ന് പറയുന്നത്. അപ്പം അപ്പോഴത്തെ മാർക്കറ്റിൽ ഇവിടെ ഇത് ഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത്രയും പോർഷനേ ഉള്ളൂ. അപ്പം ഓപ്പണിംഗ് മാർക്കറ്റിൽ തന്നെ ഇങ്ങനെ ഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പം എങ്ങനെയാണ് ആ പുട്ട് സൈഡിലേക്കുള്ള എൻട്രി എടുത്തത്, എന്നിട്ട് എങ്ങനെയാണ് എക്സിറ്റ് ആയത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൻ്റെ ബേസിക്കായിട്ട്. സിമ്പിൾ ഒരു വീഡിയോ ആണ്. ലെസ് ദാൻ 10 മിനിറ്റ്സ്. 1 or 2 അതിലധികം കീ പോയിന്റ്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ക്യാൻഡൽസ്റ്റിക്കിൻ്റെ എവിടെ വെച്ച് നമ്മൾ എൻട്രി എടുക്കണം, ഏതാണ് റേഞ്ച് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കേൾക്കുക, മനസ്സിലാക്കുക. അപ്പം അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. മൈ നെയിം ഇസ് സോബി ആൻഡ് യു ആർ വാച്ചിങ് ട്രേഡിംഗ് സീക്രട്സ് യൂട്യൂബ് ചാനൽ. ഫ്രണ്ട്സ്, നമ്മളിന്ന് ഒരു ലൈവ് ട്രേഡ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടുത്തെ നമ്മുടെ മാർക്കറ്റ് ജസ്റ്റ് ഓപ്പൺ ആയതുള്ളൂ. മാർക്കറ്റ് ഇപ്പം 92 പോയിൻ്റ് അപ്പ്. അപ്പം ഇന്നത്തെ ദിവസം 9/28 14 ജനുവരി. അപ്പോൾ ഇവിടെ ടൈം സ്റ്റാമ്പ് കാണാമല്ലോ, 14 ജനുവരി. സോ ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേനും നമ്മളിവിടെ ഒരു ടാർഗറ്റ് കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ലോ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നുണ്ടോ, ഈ ഒരു ലോ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതാണ് നമ്മുടെ ആക്ച്വൽ ടാർഗറ്റ് എന്ന് പറയുന്നത്. ബിക്കോസ് പ്രൈസ് ഇവിടെ വന്നിട്ട് റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഇതാണ്. അപ്പോൾ ഇതുണ്ടോ, ഇവിടെ ഒരു മിറ്റിഗേഷൻ മൂവ്മെൻറ്റ് കിടക്കുന്നുണ്ടോ? നമ്മുടെ നിഫ്റ്റിയുടെ നമുക്ക് അങ്ങനെ കാര്യമായിട്ടുള്ള ലെവൽസ് ഒന്നുമില്ല. നിഫ്റ്റി റിയാക്ഷൻ വന്നിരിക്കുന്ന ഈ ഒരു പർട്ടിക്കുലർ സോണിൽ നിന്നാണ്. ഇവിടെ ഒന്നും കാണാനില്ല. സോ നിഫ്റ്റി നമുക്ക് സൈഡിലേക്ക് വെക്കാം. ബാങ്ക് നിഫ്റ്റി നോക്കുമ്പോൾ എന്താണ്, ഈ ഒരു സപ്ലൈ സോണിൽ നിന്ന് പ്രൈസ് റിജക്ട് ചെയ്ത് വീണ്ടും കണ്ടിന്യൂസ് ഫോളോ ആവുന്നുണ്ട്. അപ്പം ഈ പ്രൈസ് മുകളിലേക്ക് പോകാനാണെങ്കിൽ പ്രൈസ് ഇങ്ങനെ വന്നു വെച്ചാൽ ഈ സപ്ലൈ സോണിൽ വീണ്ടും പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്തിട്ട് മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ചാൻസ് കൂടുതലാണ്. അപ്പം നമ്മൾ 3 മിനിറ്റിൻ്റെ സ്ട്രക്ചർ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു സോൺ വെരി ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് നമുക്കിവിടെ ഈ ഒരു ഇംബാലൻസ് ഉണ്ട്. കംപ്ലീറ്റ്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ഇംബാലൻസാണ്. അപ്പോൾ നമുക്ക് ഇവിടം വരെ മതി. അപ്പോൾ ഇനി നമ്മൾ എങ്ങനെ ഇതിനേക്ക് എൻട്രി എടുക്കും എന്നതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മൾ കുറച്ച് നേരം പ്രൈസിൻ്റെ ആക്ഷന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാം. ബിക്കോസ് ഇത് ടാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൈസ് നോക്കുന്നത്, അല്ലേ? ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇത് റിയാക്ഷൻ വരാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഇത് ഫില്ല് ചെയ്തതിന് ശേഷം പ്രൈസ് റിയാക്ഷൻ ഇമ്മീഡിയറ്റ്ലി വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് എൻട്രിയിലേക്ക് വരുന്നതെന്നുള്ളത് നമ്മൾ നോക്കാം. സോ നമ്മൾ സ്കാൽപ്പിംഗ് എൻട്രിയിലേക്ക് നമുക്ക് ഏകദേശം ഇവിടെ സെല്ലിങ് വന്നു തുടങ്ങി. സോ ഇവിടെ 892 നമ്മൾ എൻട്രി ചെയ്തിട്ടുണ്ട്. 892. സോ നമ്മളുടെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 892. അപ്പം 899, 900. അപ്പോൾ നമ്മളുടെ എക്സ്പെക്റ്റഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ ബോട്ടം വരുമ്പോൾ നമുക്ക് ടാർഗറ്റ് കഴിഞ്ഞു. സോ നമ്മളവിടെ എക്സ്പെക്റ്റഡ് ടാർഗറ്റ് ഇവിടെ വെച്ചേക്കാം. 892, 919, 920. ഈ പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ ബോട്ടം 917, 25 കഴിഞ്ഞു. 936 വരെ കണ്ടോ, 936 സ്കാൽപ്പിംഗ് കഴിഞ്ഞു. സോ നമ്മളിങ്ങനെ ഒരു കണ്ടക്ച്വൽ റെഫറൻസോടുകൂടി നമ്മൾ നോക്കണം. ബിക്കോസ് നമ്മൾ എൻട്രി എടുക്കുമ്പോഴും ഇതുപോലെ ഏതെങ്കിലും ഒരു ക്യാൻഡിലിൻ്റെ ബോട്ടം വഴിയല്ലേ നമ്മൾ നോക്കുന്നത്. ഇവിടെ നമുക്ക് ഇവിടം വരെ ടാർഗറ്റ് ഉണ്ട്, പക്ഷേ അവിടെ വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പം തന്നെ നമുക്ക് 35 പോയിന്റ് വന്നു കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ ട്രേഡിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായി? പെട്ടെന്ന് കണ്ടോ പ്രീമിയം ഡിക്കെ അവിടെ വന്നിട്ടിരിക്കുന്നുണ്ടോ, വളരെ ഫാസ്റ്റായിട്ട് പ്രീമിയം ഡിക്കെ വന്നിരിക്കും പുട്ട്. അപ്പം ഇങ്ങനെ നമ്മൾ നോക്കി കറക്റ്റായിട്ട് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുക. ബിക്കോസ് നമ്മൾ ഇവിടെ സപ്പോസ് നമ്മൾ ഒരു എൻട്രി എടുക്കുകയാണെന്ന് വിചാരിച്ചോ. ഒരു എൻട്രി എടുക്കുന്നത് എങ്ങനെയാണ്, നമുക്കിവിടെ ഒരു ലോങ് ടാർഗറ്റ് കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഈ പുട്ടിൻ്റെ ഓപ്ഷനിലേക്ക് നമ്മൾ ഇത് പ്ലാൻ ചെയ്തതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. ഒന്നാമത്തെ കാര്യം. 2, പ്രൈസ് ആക്ഷൻ വരുമ്പോഴത്തേനും നമ്മളിങ്ങനെ
ബൈ ചെയ്യുക, ക്യാൻഡിൽസ് ഇങ്ങനെ പോവുകയാണ് അല്ലേ, ഒരു ക്യാൻഡിൽ, 2 ക്യാൻഡിൽ, 3 ക്യാൻഡിൽ എന്ന് പറഞ്ഞ് ഇങ്ങനെ പോവുകയാണ്. പോയി കഴിയുമ്പോഴത്തേനും നമ്മൾ ആക്ച്വലി പ്രൈസിൻ്റെ പുൾ ബാക്കിൻ്റെ മൊമെൻറ്റത്തിൽ എങ്ങനെയാണ് നമ്മൾ എൻട്രി എടുക്കാൻ പോകുന്നത്? പ്രൈസ് ഇങ്ങനെ താഴോട്ട് വരുമ്പോൾ ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേനും ഈ വന്നിരിക്കുന്ന ക്യാൻഡിലിൻ്റെ ഏതെങ്കിലും ഒരു അതിൽ ബോട്ടത്തിൽ പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ എൻട്രി ചെയ്യുന്നത്. പെട്ടെന്ന് പ്രൈസ് മുകളിലേക്ക് പോകും. ഇങ്ങനെയല്ലേ വരുന്നത്. അതുപോലെ തന്നെ പുട്ട് ഓപ്ഷൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുട്ട് ഓപ്ഷൻ്റെ ടാർഗറ്റും അതുപോലെ തന്നെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതായത് പ്രൈസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം ആ ഫോം ചെയ്തിരിക്കുന്ന ക്യാൻഡിൽ ഒരുമാതിരി നല്ല ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ബോട്ടം നമ്മൾ പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇമ്മീഡിയറ്റ്ലി നമ്മൾ വിൽ ബി ഗെറ്റിംഗ് ഇൻ എൻട്രി. മനസ്സിലായി. അതിനുശേഷം അടുത്ത ആ വരുന്ന വരവിന് തന്നെ നമുക്ക് പ്രീമിയത്തിൽ എക്സിറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇത്രയും കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം നമ്മൾ എൻട്രി എടുക്കുമ്പം മേ ബി നമ്മൾ ഇതിനും ഒന്നെങ്കിൽ മുകളിൽ നിന്നിട്ട് എടുക്കണം. അപ്പോൾ നമ്മുടെ ട്രേഡിംഗ് റേഞ്ച് എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ അല്ലേ. ഈ 2 ക്യാൻഡിൽ മിറ്റിഗേഷൻ വേണ്ടി വരുമ്പോഴത്തേനും അതിൻ്റെ ട്രേഡിംഗ് റേഞ്ച് എന്ന് പറയുന്നത്, അപ്പോൾ ഇതിനകത്തുള്ള കാര്യം മാത്രം നമ്മൾ നോക്കിയാൽ പോരെ. അപ്പോൾ നമ്മൾ ഇൻ ബിറ്റ്വീൻ നമ്മൾ ഇവിടെ വെച്ചിട്ട് എൻട്രി എടുക്കുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് വളരെ കുറഞ്ഞു പോയി. പിന്നെ നമ്മൾ ടാർഗറ്റിലേക്ക് കുറേ നേരം നോക്കിയിരിക്കേണ്ടി വരും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കാൽപ്പിംഗ് എന്ന് പറയുന്നത് വിത്തിൻ സെക്കൻഡ്സ് നമ്മൾ മാക്സിമം ടാർഗറ്റ് കിട്ടുന്നു എക്സിറ്റ് ചെയ്യുന്നു. 25 പോയിന്റ് 30 പോയിന്റ് അന്നേരത്തെ ആ സമയത്ത് ഇത് വെച്ചിട്ട് നമ്മൾ എക്സിറ്റ് ചെയ്യുന്നു. പ്രീമിയത്തിൻ്റെ ഡിക്കേണ്ട 906 നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ സ്കാൽപ്പിങ്ങിലേക്ക് നോക്കേണ്ടത്. അതിനുശേഷം നമുക്ക് പ്രീമിയം ഡിക്കേ വരുന്നുണ്ടോ ഇതൊന്നുമില്ല. യു ഹാവ് ടു ബി ഔട്ട് ഫ്രം ദ മാർക്കറ്റ് ഇമ്മീഡിയറ്റ്ലി. അപ്പോൾ നമ്മൾ എൻട്രി എടുത്തിരിക്കുന്നത് ഈ ക്യാൻഡിൽ ഇവിടെ ഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഇവിടെ ഈ റെഡ് ക്യാൻഡിൽ ഇവിടെ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ എൻട്രി എടുക്കുന്നത് അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതായിരിക്കും നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. അവിടെ പ്രൈസ് ടാപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ യു വിൽ ബി ഔട്ട് ഓഫ് ദ ട്രേഡ്. ദിസ് ഈസ് കോൾഡ് സ്കാൽപ്പിംഗ്. അപ്പോൾ നമ്മൾ സ്കാൽപ്പിങ്ങിന് എനിത്തിങ് ഓഫ് ഇറ്റ്സ് ഓൺ ഈസ് പ്രിറ്റി യൂസ്ലെസ് എന്ന് പറഞ്ഞിട്ടില്ല. ഇന്നത്തെ ലെക്ചറിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു റെഫറൻസ് വേണം മൊത്തത്തിൽ. അപ്പം ആ റെഫറൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് വെതർ നമുക്ക് അവിടെ ഒരു ചെറിയ സ്കാൽപ്പിങ്ങിന് പോലും നമുക്ക് ചാൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കുന്നത് ആ ഒരു റെഫറൻസിനെ ബേസ് ചെയ്തിട്ടാണ് അല്ലേ. ഇവിടെ പ്രൈസ് ഉണ്ടോ, ഇവിടെ ഒരു സംഭവം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല ചാനൽ, ബിക്കോസ് കണ്ടിന്യൂസ് ഡൗൺഫോളിൻ്റെ അടുത്തും പെട്ടെന്ന് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് വന്നിട്ട് പ്രൈസ് നേരിട്ട് താഴോട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഈ ഒരു സമയത്ത് നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാക്കി എടുക്കാൻ പറ്റത്തില്ല. ബിക്കോസ് എന്തെങ്കിലും ഒരു കീ ഏരിയയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു സപ്ലൈ ട്രിഗർ ചെയ്തിരിക്കുന്ന ഏരിയയിൽ നിന്നാണ് പ്രൈസ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാൻ പറ്റും. ഓക്കെ, സപ്ലൈ ട്രിഗർ ചെയ്തിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് എന്താണ്? പ്രൈസ് ഇങ്ങനെ വരുന്നു, ഇനീഷ്യൽ സപ്ലൈ വരുന്നു, അത് മിറ്റിഗേറ്റ് ചെയ്യുന്നു, പിന്നെ ഹെവി സെല്ലിംഗ് വരുമ്പോഴാണ് സപ്ലൈ ആകുന്നത്. അപ്പോൾ ആ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈസിയാണ് ഓരോ ലെവൽസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒന്നുമില്ല. അപ്പം ഇവിടെ സെല്ലിംഗ് പതുക്കെ ട്രിഗർ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മളിവിടെ നോക്കുന്നത് ഇവിടെ എന്ത് റിയാക്ഷനാണ് മാർക്കറ്റിനുള്ളത്, നമുക്കൊരു സ്മോൾ ടാർഗറ്റിലേക്ക് കിട്ടുന്നുണ്ടോ, അപ്പോൾ ഇവിടെ എന്തെങ്കിലും ടാർഗറ്റ് ഫൈൻഡ് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ടോ, ഇങ്ങനെ നമ്മൾ നോക്കണം. അപ്പോൾ നോക്കി കഴിയുമ്പോഴത്തേനും ഓവറോൾ കണ്ടക്സ്റ്റ് നമുക്ക് ഏകദേശം അവിടെ ഒരു ടാർഗറ്റ് ഉണ്ടെന്ന് കാണുവാണെങ്കിൽ ഇറ്റ് ഇസ് വെൽ ആൻഡ് ഗുഡ്, ഇറ്റ് വിൽ ഗോ ടു ദ അതർ സൈഡ്. മനസ്സിലായോ? അപ്പം അങ്ങനെയാണെങ്കിൽ പോലും എങ്ങനെയായിരിക്കണം എടുക്കേണ്ടത്? ഒരു ക്യാൻഡിലിന് മുകളിൽ അടുത്ത ക്യാൻഡിൽ ഇതുപോലെ നമ്മൾ ഷോർട്ട് പുട്ട് പൊസിഷൻ നോക്കുമ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോഴായിരിക്കുമ്പം അറ്റ്ലീസ്റ്റ് നമുക്ക് ഈ 2 ക്യാൻഡിലിൻ്റെ ബോട്ടം പ്രൈസ് വരുമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യുകയാണെങ്കിലും യു ഷുഡ് ബി സെല്ലിംഗ് ഫ്രം ദിസ് ഏരിയ. ഇൻ ബിറ്റ്വീൻ ഇതിന് ഇടയ്ക്ക് വെച്ച് സെല് ചെയ്യരുത്. അങ്ങനെ സെല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്കാൽപ്പിങ്ങിൽ ഒരിക്കലും പ്രോഫിറ്റബിൾ ആകാൻ പറ്റത്തില്ല. അപ്പോൾ ഇന്നത്തെ വളരെ ചെറിയ ലെക്ചറായിരുന്നു. മൊമെൻറ്റം ട്രേഡ് രാവിലെ എങ്ങനെയാണ് പ്രീമിയത്തിൽ ഉള്ളതെന്നുള്ളതാണ് ഇപ്പോൾ കാണിച്ചു തന്നിരുന്നത്. അപ്പോൾ ഒരു ട്രേഡ് കിട്ടി. ഇനിയിപ്പോൾ അടുത്ത സെറ്റപ്പിന് വേണ്ടിയിട്ട് വയ്ക്കാം. താങ്ക് യു ആൻഡ് സി. എല്ലാവർക്കും നന്മ വരട്ടെ. കമൻറ്റ് ചെയ്താൽ മറക്കരുത്. താങ്ക് യു ആൻഡ് സി യു ഇൻ അദർ വീഡിയോ.